ആരാന്നാ? നിങ്ങളാരാ? ഞാൻ മൈക്ക്. അത് ശബ്ദം കേട്ടപ്പോഴേ തോന്നി. ശബ്ദം കേട്ടപ്പോ എന്നാ തോന്നിന്ന? ഒന്ന് പതുക്കെ, എനിക്ക് ഈ ഒച്ച കേൾക്കുന്നതേ അലർജിയാ. കുറച്ച് വൈകി സർ, IELTSന്റെ ക്ലാസ്സേ. മൈക്കേ, ഇത് ആനി. ഇവിടെ അടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സാ. ഇടയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ വരുന്നതാ. ആനി, ഇത് മൈക്ക്. ശരിക്കുള്ള പേര് പീലിപ്പോസ് എന്നാ. എന്റെ അപ്പന്റെ പേര് മതി. ബാക്കി ഞാൻ പറഞ്ഞോളൂ. സാറേ, ബാക്കിയുള്ള കാര്യം പറയുമ്പോ ഞാൻ അതിന് വന്നാന്ന് പറയണ്ട. ആനി, മൈക്ക് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. തോപ്രാങ്കടവിലാ വീട്. തോപ്രാങ്കടവിലല്ല, തോപ്രാംകുടി, മൈക്ക് സിറ്റി. മൈക്ക് സിറ്റി. ഡോണറെ കിട്ടിയെന്നറിഞ്ഞു. ആരാ? സാറിന്റെ റിലേറ്റീവ് തന്നെ? അല്ല, അത് കുറച്ച് ദൂരെയാ. ഒരു തമിഴനാ. സാറിന് ഭാഗ്യമുണ്ട്. ഊണ് കഴിഞ്ഞ് കഴിക്കേണ്ടതും രാത്രിയിലത്തേതും ഇതിൽ വേറെ വെച്ചിട്ടുണ്ട്. ഇന്ന് ഇത്തിരി നേരത്തെ പോണം. അമ്മച്ചിക്ക് നല്ല സുഖമില്ല. അമ്മച്ചിക്ക് എന്നാ പറഞ്ഞതാ? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. മൈക്കിന് എന്താ ജോലി? ഇപ്പൊ ജോലിയൊന്നുമില്ല, വെറുതെ ഇരിക്കുവാ. വെറുതെ ഇരുന്നാ ബോറടിക്കത്തില്ലേ? ബോറടിക്കുമ്പോ ഞാൻ വിശ്രമിക്കും. എനിക്ക് പണിയെടുക്കാതെ വെറുതെ ഇരുന്ന് വർത്താനം പറയുന്ന ആണുങ്ങളെ കാണുന്നതേ ദേഷ്യ. എനിക്കും അങ്ങനെ തന്നെ. എനിക്ക് ചെരുപ്പിട്ട് നടന്നുകൂടാ. മണ്ണേ ചവിട്ടുന്നൊരു സുഖം കിട്ടും. ഞാൻ നല്ലപ്പോഴാ കടല് കാണുന്നത്. എന്നാ വിലയാ? അയ്യോ, ഒരു ഐസ് കൂട്ടാക്കി 10 രൂപയോ? അതൊന്നും വാങ്ങി തിന്നണ്ട. പിന്നെ വരാം. എന്റെ പേര് മൈക്കെന്ന. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ആമേൻ. ചോദിക്കേണ്ട കാര്യമില്ല, എന്നാലും ഇങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാൻ. എന്റെ സ്ഥലമായിരുന്നേ പോട്ടെന്ന് വെച്ചാന്. ഇത് അപ്പനായിട്ട് ഉണ്ടാക്കിയതാ. തന്നെയല്ല, ഉരുള് പൊട്ടിയ മലയിടിഞ്ഞ് വന്നപ്പോ അതിനടിയിൽപ്പെട്ട എന്റെ അപ്പൻ ചത്തത്. എന്റെ അപ്പൻ അതിനടിയിൽ എവിടെ ഉണ്ട്. അത് പോവാന്ന് വെച്ചാ എനിക്ക് ജീവൻ പോകുന്നതിന് തുല്യോ. കാർഷിക വായ്പയാണ്. എന്നാ പിന്നെ എഴുതി തള്ളിയനെ. ഇത് കാട്ടിക്കുന്നതിന് അപ്പച്ചൻ ചേട്ടന്റെ കാശാ. ബ്ലേഡുമല്ല, അറുക്കവാളാ. എല്ലാ കൃഷിയും കൂടെ ഒന്നിച്ച് ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചോ? കൃഷിക്കാര് 12 പേര് അപേക്ഷ പഠിച്ച് പടിയായത്. ചിലര് മുങ്ങി. മൈക്കിന് അതിനൊന്നും കിട്ടിയല്ല. എന്തൊരു ന്യൂസൻസാ. വാട്ട് ദ ഹെൽ? യു ആർ ഇഡിയറ്റ്. ആ റേഡിയോ ഓഫ് ചെയ്യും. എന്നിട്ട് അയാളുടെ വോളിയം ഒന്ന് കുറയ്ക്കാൻ പറ. ആ വോളിയം കുറച്ചിട്ട് പോകാൻ പറയാമാരോട്. ഒന്ന് മുങ്ങി കുളിക്കാതെ നന്നായിരുന്നേ. അതെന്നെ പണിയാ കാണിച്ചേ. എന്റെ റേഡിയോക്ക് എല്ലാങ്ങനെ പറ്റിയില്ലെങ്കിലാ. പറ്റിയോ? ഒന്നും പറ്റിയില്ല. പാട്ട് തന്നു. What is this? This is a Medikutti, this is a Patti, this is a Vipa. Stop it! ഇവിടെ കുളിക്കരുത്. പിന്നെ ഇവിടെയുള്ളവരെ പോലെ കുളിക്കാതെ സെന്റും മൂഴ്ച നടക്കാൻ എന്നാ കിട്ടത്തില്ല. Who are you? What? C4-ലെ മേനോ സാറിന്റെ മൈക്കാ. ഇനിയിപ്പോ മൈക്കും കൂടി വേണോ? അയാളുടെ പേരാ. ആരായാലും ഈ കോമ്പൗണ്ടിൽ ബീഡി വലി ഞാൻ അലൗ ചെയ്യില്ല. പിന്നെ തന്റെ ഈ ഉണക്ക റേഡിയോ കൊണ്ടുപോയി കളയണം. എന്റെ റേഡിയോനെ കുറ്റം പറഞ്ഞുണ്ടല്ലോ. തന്റെ ഉണക്കപ്പെട്ടിനെ കൊണ്ടേ കളയണോ? എന്റെ ജർമ്മൻ ഷെപ്പേർഡിനെ പട്ടിന്ന് വിളിക്കണോ? എന്നാ പിന്നെ പട്ടിയെ സെക്രട്ടറി വിളിക്കാം.
ഓ ജൂഡി ജൂഡി, ഇവിടെ അസോസിയേഷൻ പാസ്സാക്കിയ 10 റൂൾസ് ഉണ്ട്. ഈ കോമ്പൗണ്ടിൽ പുകവലി പാടില്ല, ശുചിത്വം പാലിക്കണം, ശബ്ദ മലിനീകരണം പാടില്ല, ശബ്ദ മലിനീകരണം പാടില്ല, അനാവശ്യമായി മറ്റുള്ളവരുടെ ഫ്ലാറ്റുകളിൽ കയറി ചെല്ലുക, പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുക. ആദ്യം ആ ദുരിതം പിടിച്ച പ്ലേ സ്കൂൾ ഇവിടെ നിന്ന് മാറ്റണം. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇവിടെ ഫ്ലാറ്റ് കെട്ടുന്നതിന് മുമ്പേ ഞങ്ങൾ പെർമിഷൻ വാങ്ങിയതാ. സെക്രട്ടറിയുടെ പണി നോക്കുന്നത്. ഭാര്യ ജർമ്മനിയിലാണെന്ന് കരുതിയേ ഞങ്ങളുടെ തലയിൽ കയറണ്ട. ഇത്രയും തലതെറിച്ച പിള്ളേരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട്. ആ കുട്ടിത്തേവാകാണ് ഇതിനെല്ലാം കാരണം. അതിനെ വല്ല കൗൺസിലിങ്ങിനും വിധേയാക്കണം. ഞങ്ങളുടെ ജർമ്മനിയിൽ അതാണ് പതിവ്. ദേ പിള്ളേര് കുർത്തക്കേട് കാണിക്കുന്നതിന് എന്റെ കൊച്ചിനെ കുറ്റം പറയണ്ട. കണ്ടോ അവനവന്റെ കാര്യം വന്നപ്പോൾ there are no rules and regulations. എന്നാ വേണ്ട, ഇന്നാളത്തെ പോലെ എന്റെ കൈകളേനല്ലേ. എന്തിനാ? ഓ അത്രേ ഉള്ളോ? വാ. പോയി കളിച്ചോ. അവരെന്നെ കളിക്കാൻ കൂട്ടുന്നില്ല. ചോദിക്കും എന്നെ കൂടെ കളിപ്പിക്കാവൂന്ന്. ആരാ എന്റെ കൊച്ചിനെ കളിപ്പിക്കാത്ത? അതൊന്നും അറിയണമല്ലോ. ആ അത്രക്കായി. ആരാ എന്റെ കൊച്ചിനെ കളിപ്പിക്കാന്ന് പറഞ്ഞത്? ഈ സ്കൂളിലെ മുഴുവൻ പിള്ളേരെ ചീത്തയാക്കുന്നത് നീ ഒറ്റ ഒറ്റയാ. നീ അശ്വന്യം പിടിച്ചതാ. നീ ഇങ്ങോട്ട് വന്നേ, നിന്നെ ഇന്ന് നീ പുറത്തേക്ക് ഇറങ്ങുന്നത് എനിക്കൊന്ന് കാണണം. ഏറിയാന്നേ ആണി സ്വർണ്ണം കേട്ടത് വണ്ടിച്ച് പുറക്കട നോക്കിയോ. നിന്റെ ഒരു കൂടാൻ ഒരുക്കാൻ പോടുന്നു. ഒറ്റ വെള്ളം തരത്തില്ല നീ നിനക്ക്. നോക്കിയോ ഓടെ കുസൃതിയെ പറ്റിയേ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. പൊട്ടുകുത്തി മുട്ടുകുത്തി പാട്ടുപാടി കൂട്ടുകൂടി പെട്ടിയിലെ പട്ടുടുപ്പ് ഇട്ടു വന്നവൾ എങ്ങനെയുണ്ട് ടക്കാരം. എന്റെ കർത്താവേ, കൊച്ചിന്റെ ശല്യം സഹിക്കാം, ഇതാ സഹിക്കാൻ വയ്യാത്തത്. വല്ലതും പറ്റിയായിരുന്നോ? പിള്ളയോട്ടിയാ തള്ളക്ക് കേടില്ലെന്നല്ലേ പറയുന്നത്. എന്റെ പേര് പീലിപ്പോസ്. മയക്കുന്ന എല്ലാരും വിളിക്കുന്നത്. അപ്പന്റെ പേര് മയക്കുന്നതായിരുന്നു. ആഹാ, ഉള്ള ഗുരുത്തക്കടെല്ലാം ഒപ്പിച്ചു വന്ന് പിണയിക്കിടക്ക് വന്നോ? ദേ ഞാനൊരു കഥ പറയട്ടെ, നല്ല ഒന്നാന്തരം കഥ. ഒരിടത്തൊരിടത്തൊരു കാടുണ്ടായിരുന്നു. കാട്ടുപോത്തും ആനയും പുലിയും ഒക്കെ ഉള്ള കാട്. ഒരു ദിവസം മൈക്ക് ഏറുമാടത്തിൽ നിന്ന് നോക്കുമ്പോ അങ്ങു ദൂരെ സ്വർണ്ണപ്പുല്ലുള്ള കുന്നില് ഒരു ഇളക്കം. എന്താ അത് പറയണെങ്കിലേ ഇച്ചിരി പുളിക്കും. ആദ്യം നമുക്ക് കൂട്ടുകാരാകാം, എന്നിട്ട് പറയാം. എന്നാ പറ, ഇനി ഞാൻ മൈക്കിനെ ഒരിക്കലും ഉപദ്രവിക്കലെന്ന് സത്യം ചെയ്യും. സത്യം. ഇനി ലൗഡ് സ്പീക്കർ എന്റെ ഫ്രണ്ടാ. എന്നിട്ട് സ്വർണ്ണപ്പുല്ലുള്ള കുന്നില് പറയേ. കൈസറിന്റെ കുര കേട്ടാ ഞാൻ ചെന്നത്. അപ്പൊ അവിടെ ഒരു ഉണക്കമരത്തിന്റെ പൊത്തില് നിറച്ച് ചിത്രശലഭങ്ങൾ. ഞാൻ ഒന്നിനെ പിടിച്ചു. അപ്പൊ കൂടെ ഒന്നൂടെ അങ്ങോട്ട് ഇളകില്ലേ. പിന്നെ ആയിരുന്നു കാഴ്ച. ഒരു 10,100,000 ചിത്രശലഭങ്ങള് എന്റെ ചുറ്റിലും ഇങ്ങനെ പറന്ന് കളിയടാ കളി, കളിയടാ കളി. എങ്ങനെയുണ്ട് എന്റെ കഥ? ബാക്കി നാളെ. കൊച്ചിനെ ഞാൻ എന്നാ വിളിക്കണ്ടേ? പപ്പ വിളിക്കുന്ന പേരാ. തക്കുട്ടൂന്റെ അപ്പനും അമ്മയൊക്കെ എവിടാ? ഒന്നും പറയണ്ട എന്റെ മൈക്കേ, അവരങ്ങ് കുവൈറ്റില്ല. ഇതിനെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ പൊറുതി മുട്ടിയിരിക്കുക. എന്നാ ഉടനെ എങ്ങാനും മരുന്നുണ്ടോന്ന് ചോദിച്ചാൽ യാതൊരു ലക്ഷണവും ഇല്ല. ചുമ്മാതല്ല കൊച്ച്, നമുക്ക് അവരെ ഇങ്ങ് വരുത്താം. അതിനൊരു ടെക്നിക്കുണ്ട്.